ഏവർക്കും നമസ്കാരം. എൻ്റെ പേര് പിരളിയിൽ പരമേശ്വരൻ നമ്പൂതിരി. ഇന്നലെ ഒരു വാർത്ത കാണുകയുണ്ടായി. ശബരിമലയിലെ തന്ത്രി അദ്ദേഹം രാജീവര് കേസിൽ പെട്ടിട്ട് അകത്ത് കിടക്കുന്നു. അദ്ദേഹത്തെ ഇനിയും ശബരിമലയിൽ തന്ത്രിയായിട്ട് നിയോഗിക്കുന്നത് തെറ്റാണ് എന്നൊരു അഭിപ്രായം പൊതുവെ ഉണ്ടായിട്ടുണ്ട്. അതിനോട് നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ബഹുമാനായ ജയകുമാർ സാറ് പ്രതികരിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തെ വളരെ സന്തോഷപൂർവ്വമാണ് ഞാൻ സ്വീകരിക്കുക. എന്നാൽ അദ്ദേഹത്തെ അവിടെ നിന്ന് തന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാൻ തീരുമാനം എടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പം ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, തന്ത്രിയെ നിശ്ചയിക്കുന്നത് അതാത് കുടുംബത്തിലെ അംഗങ്ങളാണെന്നും അവരുടെ തീരുമാനം അനുസരിച്ച് വേണം അവിടെ തന്ത്രിയെ നിയമിക്കാൻ എന്നും ഉള്ള ഒരു വാദം ഉണ്ടാകും. അതുമാത്രമല്ല, തന്ത്രി പിതൃസ്ഥാനീയനായതുകൊണ്ട് മാറ്റാനായിട്ട് സാധിക്കില്ല, പിതാവിനെ മാറ്റാൻ സാധിക്കില്ല എന്ന് പറയും. ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ സമൂഹം മനസ്സിലാക്കേണ്ടത്, ശബരിമലയിലെ പുനഃപ്രതിഷ്ഠ നടത്തിയ കാലം മുതൽ 900 മുതലാണ് ഇവർ തന്ത്രിമാരായിട്ടുള്ളത്. അതിനു മുമ്പും അതേ ചൈതന്യം അവിടെ ഉണ്ടായിരുന്നു. അവർ പ്രതിഷ്ഠ നടത്തിയിരുന്നു, അതിനു മുമ്പും പ്രതിഷ്ഠ നടത്തിയിരുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര പിതാക്കന്മാരുണ്ടാവും? ഇവർ തന്നെ ആ നിയമത്തിന് വിരുദ്ധമായിട്ടാണ് ഈ അധികാരം ഏറ്റെടുത്തത്, തന്ത്രിസ്ഥാനം ഏറ്റെടുത്തത്. അതുകൊണ്ട് അങ്ങനെയുള്ള വാദങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണ്. പിന്നെ രണ്ടാമത് വരാൻ പോകുന്ന വാദം, അദ്ദേഹത്തെ കുറ്റവാളിയായിട്ട് കോടതി ചെയ്തിട്ടില്ല. അതുമാത്രമല്ല, ഇന്നുവരെ ഒരു കുറ്റപത്രം പോലും സമർപ്പിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അങ്ങനെ ആ സാധു ആയിരിക്കുന്ന അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത് ശരിയല്ല എന്ന് ചിലപ്പോൾ പറഞ്ഞേക്കാം. പക്ഷേ നിയമത്തിൻ്റെ ദൃഷ്ടിയിലാണ് ഇതൊക്കെ. പക്ഷേ സമൂഹത്തിൻ്റെ ദൃഷ്ടിയിൽ ഞങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ഈ ലോകം മുഴുവൻ വ്യക്തമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ശബരിമലയിലെ പാളികൾ എടുത്തുകൊണ്ട് പോകുന്നതിൻ്റെ ചിത്രം. അതെല്ലാം പൂർണ്ണനൂലിട്ട ആൾക്കാരാണ് അതിനെ പിടിച്ച് ഇറക്കി കൊടുക്കുന്നത്. അത് തന്ത്രി ആ സ്ഥാനത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസികളുടെ മുമ്പിൽ ഒരിക്കലും പറയാൻ സാധിക്കില്ല. നിയമത്തിൻ്റെ പരിധികളിലൂടെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാവാം. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഒരു ക്ഷേത്രത്തെ സംരക്ഷിക്കേണ്ടത് തന്ത്രിയുടെ പ്രധാന ചുമതലയാണ്. തന്ത്രിയുടെ വാക്കുകളെയാണ് വിശ്വാസികൾ മാനിക്കുന്നത്. തന്ത്രിയെ പ്രതിപുരുഷനായിട്ടാണ് വിശ്വാസികൾ കാണുന്നത്. ഇതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് വിശ്വാസികളെ പഠിപ്പിച്ചത് നിങ്ങളൊക്കെ തന്നെയാണ്. എന്നിട്ട് യഥാർത്ഥ സമയം വരുമ്പോൾ കൊള്ളയിൽ മുഴുവൻ പങ്കാളികളായി അവിടെ നിന്ന് മാറി നിൽക്കുകയും നിയമത്തിൻ്റെ പരിധിയിലൂടെ രക്ഷപ്പെടുകയും എന്നിട്ട് വീണ്ടും തന്ത്രിസ്ഥാനം എടുക്കാം എന്നുള്ളൊരു ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് വളരെ തെറ്റാണ് എന്ന് ശബരിമല അയ്യപ്പൻ്റെ ഈ സംഭവങ്ങളിലൂടെ, ശബരിമലയിൽ നടക്കുന്ന ഈ സംഭവങ്ങളിലൂടെ അയ്യപ്പൻ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. വലിയൊരു പരിവർത്തനത്തിനുള്ള കാലമാണ്. ഇനി അദ്ദേഹത്തെ മാറ്റിയാൽ പിന്നെ ആരാണ് അവിടെ എന്ന് ചോദിക്കുക. ഇപ്പോൾ ഏതായാലും ഒരു തന്ത്രി ഉണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ മകനാണ് വരാൻ പോകുന്നത്. ആ മകന് അതിന് തക്കതായിട്ടുള്ള യോഗ്യതയില്ല എന്ന് വ്യക്തിപരമായി എനിക്കറിയാം. ആകെ 1 വർഷം മാത്രമാണ് ചെറിയ പൂജകളൊക്കെ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. അച്ഛൻ അങ്ങനെ കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനുവേണ്ട യോഗ്യത നേടിയെടുക്കണം. ആ കുട്ടിക്ക് വേണമെങ്കിൽ ഇനിയൊരു തന്ത്രവിദ്യാപീഠത്തിൽ പഠിച്ചിട്ട് അതിന് വേണ്ടതായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ സമ്പാദിച്ചിട്ട് ആകട്ടെ. ആ നിലയിൽ വേണം. ഇതിനു വേണ്ടിയിട്ട് ഇവിടുത്തെ തന്ത്രി സമാജവും മറ്റുള്ളവരും മുന്നോട്ട് വരണം. ഇനിയും വരാൻ പോകുന്ന കാലഘട്ടത്തിൽ അച്ഛന് ആനപ്പുറത്തിരുന്നു എന്ന് പറഞ്ഞ് മകന് തലമുണ്ട് എന്ന് പറഞ്ഞിട്ട് നിയമിക്കുന്ന രീതി ശരിയല്ല. ഇന്ന് ചെറിയൊരു ജോലിയിൽ പ്രവേശിക്കണമെങ്കിൽ പോലും അതിന് വേണ്ട യോഗ്യതകൾ നേടിയിരിക്കണം. ഇവിടെ യോഗ്യത ജന്മം കൊണ്ടാണ്. ഒരച്ഛൻ്റെ മകൻ ഭ്രാന്തനാണെങ്കിലും അവനെ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയുള്ള സിനിമകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. ആ ഭ്രാന്തനെ തന്ത്രിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട സാഹചര്യം ഹിന്ദു സമാജത്തിനില്ല. ഹിന്ദു സമാജം ഒരിക്കലും അതിനെ അംഗീകരിക്കില്ല. അതിനുവേണ്ട ആർജവത്വം ഈ ഹിന്ദു സമാജം ഇന്ന് നേടിയിട്ടുണ്ട്. അതുകൊണ്ട് ബ്രാഹ്മണ ശാപമെന്നോ തന്ത്രിശാപമെന്നോ ഉള്ളതൊന്നും ഇന്ന് ബാധകമല്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഇവിടുത്തെ തന്ത്രവിദ്യാപീഠങ്ങളും അതുപോലെ തന്നെ താന്ത്രിക സംഘടനകളും അതിൻ്റെ ഭാരവാഹികളും ഒക്കെ ഇനിയിപ്പം മുന്നോട്ട് വരും. അദ്ദേഹം സാധുവാണ്, അദ്ദേഹത്തിനെ വീണ്ടും എടുക്കണം എന്ന് പറഞ്ഞിട്ട് വരും. പക്ഷേ അവരൊക്കെ ചെയ്യേണ്ടത് ഈ അവസരത്തിൽ ഒരു പരിവർത്തനത്തിന് തയ്യാറാകണം. അതിനെ യോഗ്യതയുള്ള ആൾക്കാരെ വേണം നിയമിക്കാൻ. ഇപ്പോൾ തന്ത്രവിദ്യാപീഠത്തിൽ നിന്ന് തന്നെ എത്രയോ ആൾക്കാർ നല്ല യോഗ്യരായിട്ട് പഠിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. അവരെ എന്തുകൊണ്ട് പരിഗണിച്ചുകൂടാ? ഭഗവാന്റെ പിതൃസ്ഥാനം എന്നുള്ളത് അങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഏതായാലും യോഗേശ്വരനായിരിക്കുന്ന ഭഗവാൻ ഒരു പിതൃസ്ഥാനമൊന്നും ഇല്ല. ഇനിയിപ്പോൾ യോഗാവസ്ഥയിലാണ് ശബരിമലയിലെ അയ്യപ്പൻ. അതുമാത്രമല്ല, അവിടുത്തെ
ഒരു കാര്യത്തിലും ഒരു താന്ത്രികമായ കർമ്മങ്ങളുടെ ആവശ്യമില്ല എന്നുള്ളതാണ് വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം. അത് അവിടെ ശരിക്കും പറഞ്ഞാൽ സമാധിസ്ഥാനമാണ്. അതുകൊണ്ട് അവിടെ തന്ത്രിയുടെ ആവശ്യമില്ല എന്നുള്ളതാണ് വ്യക്തിപരമായ അഭിപ്രായം. ഇനിയൊരു പുതിയ തന്ത്രിയെ നിയമിക്കുന്നുണ്ടെങ്കിൽ അതിനെ യോഗ്യരായിട്ടുള്ളവരെ കണ്ടെത്തി നിയമിക്കാൻ വേണ്ടതായിരിക്കുന്ന പദ്ധതികൾ തന്ത്രി സമാജവും തന്ത്രി സമൂഹവും ഒക്കെ, അതുപോലെ തന്നെ ഇവിടുത്തെ വിദ്യാപീഠങ്ങളും ഒക്കെ തയ്യാറാകണം. അതുമാത്രമല്ല, ഇപ്പോൾ രാജീവ് തന്ത്രിയെ സംബന്ധിച്ചിട്ട് പറഞ്ഞാൽ ഇനി അദ്ദേഹത്തിന് ഒരു ക്ഷേത്രത്തിലും തന്ത്രിയായിട്ട് ഇരിക്കാനുള്ള യോഗ്യതയില്ല. അദ്ദേഹം മാന്യനാണെങ്കിൽ, മാന്യതയോ ഉളുപ്പോ അല്പമാത്രം അദ്ദേഹത്തിനുണ്ടെങ്കിൽ അദ്ദേഹം ഇനി അവിടെ പോകാൻ പാടില്ല. അതുകൊണ്ട് ഇതെല്ലാ തന്ത്രിമാർക്കും പാഠമാകണം. ഹിന്ദു സമാജം ഇങ്ങനെയുള്ള തന്ത്രിമാരെ മാറ്റി നിർത്താൻ തയ്യാറാകണം. അതാണ് നമ്മൾ വേണ്ടത്. അതിന് വേണ്ടതായിട്ടുള്ള ആർജവം ഹിന്ദു സമൂഹത്തിനുണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇന്ന് ഉയർന്നു വന്നിട്ടുള്ള ഈ ആശയം വളരെ ഉന്നതമായ ആശയമാണ്. ഈ സമാജത്തെ സംരക്ഷിക്കാൻ ഇത് ആവശ്യമാണ്. അതുകൊണ്ട് തന്ത്രിസ്ഥാനം പരമ്പരാഗതമായി തുടരുന്നതിനോട് യാതൊരു തരത്തിലും യോജിക്കുന്നില്ല. അതുമാത്രമല്ല, തന്ത്രി പിതാവ് എന്നുള്ള ഒരു സങ്കല്പമേ തെറ്റാണ്. അതിൻ്റെ പേരിൽ ഇനി അധികാരം സ്ഥാപിക്കാനായിട്ടുള്ള ശ്രമം എല്ലാവരും മാറ്റിവയ്ക്കണം. കഴിവുള്ളവരെ അവിടെ എത്തിച്ചേരണം. സ്വഭാവത്തിൽ എന്തെങ്കിലും മോശപ്പെട്ട കാര്യങ്ങളുണ്ടായാൽ അവരെ മാറ്റാനും നമുക്ക് സാധിക്കണം. അതിനുള്ള ആർജവത്വം ഹിന്ദു സമാജം നേടിയെടുക്കട്ടെ. അതിന് ശബരിമല അയ്യപ്പൻ നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിർത്തുന്നു.